വിശദമായി ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപായി ആലുവയിൽ വെച്ച് പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്തും. ഇതിനിടെ പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും രക്തം പുരണ്ട വസ്ത്രവും കണ്ടെടുത്തു. ഇന്നലെ വൈകിട്ട് 4:30 ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ ആലുവയിലെ പോലീസ് ക്ലബ്ബിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ ADGP B സന്ധ്യയാണ് അറസ്റ്റ് വിവരം മാധ്യമങ്ങളെ അറിയിച്ചത്. പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്തുമെന്നും ADGP പറഞ്ഞിരുന്നു. ജിഷയുടെ അമ്മ രാജേശ്വരി, സഹോദരി ദീപ തുടങ്ങിയവരെയാണ് തിരിച്ചറിയൽ പരേഡിനായി വിളിച്ചിരിക്കുന്നത്. കൊലപാതക ദിവസം ജിഷയുടെ വീടിന് സമീപം സംശയാസ്പദമായ നിലയിൽ യുവാവിനെ കണ്ടു എന്ന് മൊഴി നൽകിയ അയൽവാസികളും പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ ഇവരെയും ആലുവയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇത് പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കുറുപ്പംപടി കോടതി മജിസ്ട്രേറ്റ് കഴിഞ്ഞ ദിവസം അവധിയായിരുന്നു. ഇന്നും അവധിയാണെങ്കിൽ പെരുമ്പാവൂർ കോടതിയിലാകും പ്രതിയെ ഹാജരാക്കുക. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്താൽ അടുത്ത ദിവസം തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ സമർപ്പിക്കും. കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ശേഷമായിരിക്കും ഇയാളെ പെരുമ്പാവൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. അതേസമയം പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും രക്തം പുരണ്ട വസ്ത്രവും കണ്ടെടുത്തത് കേസിൽ നിർണായകമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ വധക്കേസിൽ പ്രതിയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് കൊലപാതക സ്ഥലത്തു നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും പ്രതി കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധവും അന്നേ ദിവസം ധരിച്ച വസ്ത്രവും പോലീസ് പിടിച്ചെടുത്തു. പെരുമ്പാവൂർ ഇരിങ്ങോൾ വൈദ്യശാസ്ത്രപ്പാടിയിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. 2 ദിവസം മുമ്പ് തമിഴ്നാട് കാഞ്ചീപുരത്തെ ശിങ്കിടിവാക്കത്തു നിന്നാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. കൊലപാതക സ്ഥലത്തു നിന്ന് ലഭിച്ച ഒരു ജോഡി ചെരുപ്പും മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ മികവാർന്ന അന്വേഷണമാണ് പോലീസിനെ പ്രതിയിലേക്കെത്താൻ സഹായിച്ചത്. രണ്ടാം അന്വേഷണ സംഘം തയ്യാറാക്കിയ രേഖാചിത്രം കണ്ട കടയുടമ ചെരുപ്പ് വാങ്ങിയ ആളെ സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറുകയായിരുന്നു. കൊലപാതക ദിവസം ടവർ ലൊക്കേഷനിൽ വരികയും പിന്നീട് നിശ്ചലമാവുകയും ചെയ്ത മൊബൈൽ നമ്പറുകൾ പോലീസ് ഇതിനകം പരിശോധിച്ചു. 25 ലക്ഷത്തോളം നമ്പറുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 200 ഫോൺ നമ്പറുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിയുടെ മൊബൈൽ ഇടയ്ക്ക് ഓണാവുകയും സുഹൃത്തുക്കളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടെ പ്രതി തന്റെ പഴയ സിം ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ പുതിയ സിമ്മും അതേ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചതോടെ ഫോണിന്റെ IMEI നമ്പർ പ്രതിയിലേക്കെത്താൻ പോലീസിന് സഹായകമായി. തുടർന്ന് കാഞ്ചീപുരത്തെത്തിയ പോലീസ് അവിടെ കൊറിയൻ കമ്പനിയിൽ കരാർ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന പ്രതിയെ പിടികൂടുകയായിരുന്നു. രക്തസാമ്പിളുകൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ച പോലീസിന് പരിശോധനാ കേന്ദ്രത്തിൽ നിന്നും ശുഭവാർത്തയാണ് ലഭിച്ചത്. വൈകിട്ടോടെ പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുള്ളതിനാൽ മുഖം മറച്ചാണ് പ്രതിയെ പോലീസ് ക്ലബ്ബിലെത്തിച്ചത്. തിരിച്ചറിയൽ പരേഡിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതിയെ ഹാജരാക്കുമെന്ന് ADGP B സന്ധ്യ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരത്തിനു മുമ്പ് പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. കൊലപാതകയെ കാണാൻ നിരവധി പേരാണ് ആലുവ പോലീസ് ക്ലബ്ബിലും മറ്റുമായി തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊലപാതകം നടത്തിയത് താൻ ഒറ്റയ്ക്കാണെന്ന് പിടിയിലായ പ്രതി അമീറുൽ ഇസ്ലാം പോലീസിനെ മൊഴി നൽകി. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും ഇയാൾ മൊഴി നൽകി. കുത്തേറ്റ് തളർന്നു വീണ ജിഷ ദാഹജലം ചോദിച്ചപ്പോൾ താൻ വായിൽ മദ്യം ഒഴിച്ചു കൊടുക്കുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കാഞ്ചീപുരത്തു നിന്നും പിടിയിലായ പ്രതിയെ കാലടിയിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് 2 ദിവസത്തോളം പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ദ്വിഭാഷയുടെ സഹായത്തോടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കൊലപാതക കാരണവും കൃത്യം നടത്തിയ വിധവും വിശദമാക്കി. മുൻ വൈരാഗ്യമാണ് ക്രൂരമായ കൊലയിലേക്ക് നയിച്ചത്. കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് സ്ത്രീകളുടെ കുളിക്കടവിലെത്തിയ അമിയൂറിനെ സ്ത്രീകൾ അടിച്ചോടിച്ചിരുന്നു. ഇത് കണ്ടുനിന്ന ജിഷ ഇയാളെ കളിയാക്കി ചിരിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. ജിഷയ്ക്ക് ഇയാളെ മുൻപരിചയമുണ്ടായിരുന്നു. ലൈംഗിക വൈകൃതമുള്ള ഇയാൾ സംഭവ ദിവസം രാവിലെ ജിഷയുടെ വീട്ടിലെത്തി ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു. ജിഷ വീട്ടിൽ നിന്നും ഇയാളെ അടിച്ചോടിച്ചു. ഇതോടെ വൈരാഗ്യം മൂർച്ഛിക്കുകയായിരുന്നു. വട്ടോളിപ്പടിയിലെ വീട്ടിൽ നിന്നും അപ്പോൾ മടങ്ങിയ പ്രതി മദ്യപിച്ച് വൈകിട്ട് 4 മണിയോടെ ജിഷയുടെ വീട്ടിലെത്തി. വീടിനുള്ളിൽ കടന്ന പ്രതി ജിഷയെ ഷാൾ കഴുത്തിൽ മുറുക്കി കീഴ്പ്പെടുത്തുകയായിരുന്നു. കത്തികൊണ്ട് കുത്തി വീഴ്ത്തിയിട്ടും ഇയാളുടെ പക അടങ്ങിയില്ല. തളർന്നു വീണുകിടന്ന ജിഷയെ അയാൾ തലങ്ങും വിലങ്ങും കുത്തി. വെള്ളം ചോദിച്ച ജിഷയുടെ വായിലേക്ക് ഇയാൾ മദ്യമൊഴിച്ചു കൊടുത്തു. പിന്നീട് മാനഭംഗത്തിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ ജനനേന്ദ്രിയം ആയുധം ഉപയോഗിച്ച് കുത്തിക്കീറി. കൃത്യത്തിന് ശേഷം പുറത്തിറങ്ങിയ പ്രതി കനാൽ വഴി രക്ഷപ്പെടുകയായിരുന്നു. കനാലിലേക്ക് ഇറങ്ങുന്നത് വഴി ചെളിയിൽ പൂണ്ട ചെരുപ്പ് ഉപേക്ഷിച്ചു. രാത്രി 8 മണിവരെ പെരുമ്പാവൂരിൽ തങ്ങിയ പ്രതി പുലർച്ചെ ആലുവയിലെത്തി ട്രെയിൻ മാർഗം ആസാമിലേക്ക് കടന്നു. ആസാമിലെത്തിയ പ്രതി പെരുമ്പാവൂരിലെ സുഹൃത്തുക്കളെ വിളിച്ച് ഇതിനകം അന്വേഷണ പുരോഗതി തിരക്കിയിരുന്നു. തൻ്റെ നേരെ അന്വേഷണ ദിശ തിരിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഇയാൾ തമിഴ്നാട്ടിൽ ജോലി തേടിയെത്തുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ പലതവണ ഇയാൾ മൊഴി മാറ്റിയത് പോലീസിനെ കുഴക്കി. കൊല നടത്താൻ ഉപയോഗിച്ച കത്തി കനാലിൽ ഉപേക്ഷിച്ചു എന്ന് ആദ്യം മൊഴി നൽകിയ പ്രതി പിന്നീടത് മാറ്റിപ്പറഞ്ഞു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനായി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. നാളെ മുതൽ 3 ദിവസങ്ങളിലായി കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട.
തിരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാന സമിതികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യും. കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേട്ടമുണ്ടാക്കാനായെന്ന് പോളിറ്റ് ബ്യൂറോ നേരത്തെ പ്രാഥമികമായി വിലയിരുത്തിയിരുന്നു. ബംഗാളിൽ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനായുള്ള കാര്യങ്ങളും യോഗത്തിന്റെ അജണ്ടയിലുണ്ടെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. The main agenda for the PBNCC would be a review of the elections that have taken place in 5 states. So the state committees have conducted their detailed review. On that basis, the Central Committee will conduct its review and draw the lessons that we require to draw from these election results. We had taken in our party plenum an organization in Kolkata, which had to be kept pending for these 5-6 months because of these elections in these states. In other states, the preparations are going on. But to consider the timetable for carrying forward the implementation of the plenum decisions. നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ വിലയിരുത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത പുനഃസംഘടന നടത്തുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ വ്യക്തമാക്കിയതിന് പിന്നാലെ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി രമേശ് ചെന്നിത്തല ദില്ലിയിലെത്തി. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. KPCCയിൽ നേതൃമാറ്റം ഉടനില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിരുന്നു. VM സുധീരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള സമൂല അഴിച്ചുപണിയാണ് AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ആവശ്യം ചെന്നിത്തല വീണ്ടും ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. മുതിർന്ന AICC നേതാക്കളുമായും ചെന്നിത്തല ചർച്ച നടത്തും. 2002 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധി ഇന്ന്. അഹമ്മദാബാദിലെ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിക്കുക. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട 11 പ്രതികൾ ഉൾപ്പെടെ 24 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നു. പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ഇരകളുടെ അഭിഭാഷകൻ വാദിച്ചത്. 7 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിലെ വിധി അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ഇന്ന് പ്രഖ്യാപിക്കുന്നത്. 2002 ഗുജറാത്ത് കലാപ സമയത്ത് അഹമ്മദാബാദിൽ മുസ്ലിം ജനത താമസിക്കുന്ന ഗുൽബർഗ് സൊസൈറ്റിയിലെ വീടുകൾക്ക് കലാപകാരികൾ തീ വയ്ക്കുകയായിരുന്നു. മുൻ കോൺഗ്രസ് MP ഇഹ്സാൻ ജാഫ്രി അടക്കം 69 പേരാണ് തുടർന്ന് വെന്തുമരിച്ചത്. 66 പേരാണ് കേസിൽ പ്രതികളായിരുന്നത്. ഇതിൽ 6 പേർ നേരത്തെ മരണപ്പെട്ടിരുന്നു. 9 പേർ കഴിഞ്ഞ 14 വർഷമായി ജയിലിലാണ്. ബാക്കിയുള്ളവർ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. കേസിൽ 24 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. BJP നഗരസഭാംഗം ബിപിൻ പട്ടേൽ, പോലീസ് ഇൻസ്പെക്ടർ KG ഇർദ, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് അതുൽ വൈദ്യ എന്നിവർ പ്രതികളായിരുന്നു. ഇതിൽ 11 പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് കോടതി ചുമത്തിയിരിക്കുന്നത്. 36 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. മൊത്തം 338 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്തത് മുൻകൂട്ടി തയ്യാറാക്കിയ ഗൂഢാലോചനയാണെന്നും പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് പ്രതിഭാഗം വാദമുന്നയിച്ചത്. ജസ്റ്റിസ് PB ദേശായിയുടെ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുക. വിധി പ്രസ്താവിക്കുന്ന പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഗെയിൽ CMD BC ത്രിപാഠിയും ദില്ലി കേരള ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇടുന്ന പ്രവർത്തികൾ ഒക്ടോബറിൽ തുടങ്ങുമെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുമെന്നും BC ത്രിപാഠി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, JP നഡ്ഡ എന്നിവരെ കണ്ടത്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആരോഗ്യരംഗത്തെ കേരളത്തിന്റെ പ്രവർത്തനങ്ങളും എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കേരള ഹൌസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട ഗെയിൽ CMD BC ത്രിപാഠി വാതക പൈപ്പ് ലൈൻ ഇടുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സഹകരണം അഭ്യർത്ഥിച്ചു. പൈപ്പ് ലൈൻ ഇടുന്നതിനായി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ അനുകൂല നിലപാട് അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം BC ത്രിപാഠി പറഞ്ഞു. ഒക്ടോബറിൽ പദ്ധതി തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 18 മാസത്തിനകം പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് പദ്ധതിയെന്നും ഏറ്റെടുക്കുന്ന ഭൂമി കൃഷി ആവശ്യങ്ങൾക്കായി കർഷകർക്ക് തിരിച്ചു നൽകാൻ കഴിയുമെന്നും ത്രിപാഠി വ്യക്തമാക്കി. And with the assurance and the support of the state government, we are restarting this project now. Per se, we are not acquiring the land. We are only acquiring right of use. The land will be given back to the farmer. They can do their all agriculture activity as usual. ദില്ലിയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തിന്റെ നികുതി വരുമാന വളർച്ച 20% ലക്ഷ്യമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നിലവിൽ 12% മാത്രമാണ് നികുതി വരുമാനം. കേരളത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാകാൻ 3 വർഷമെടുക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു.
പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ധവളപത്രമിറക്കാൻ തീരുമാനിച്ചതെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം 12% മാത്രമാണ്. ഇത് വർഷാവസാനത്തിൽ 20%-ലെത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഐസക് പറയുന്നു. ഇത് സർക്കാർ നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ 12% ഇപ്പോൾ ഉള്ള നികുതി വരുമാന വളർച്ച മുൻ വർഷത്തെ അപേക്ഷിച്ച് 20% ടാർഗറ്റ് വെക്കുന്നത്. വർഷാവസാനം ആകുമ്പോഴേക്കും 20% ഉയർത്തണം. അത് നേടാൻ പറ്റുമെന്നുള്ള ഒരു തൻ്റെ ഇടത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കണ്ട് ഭയപ്പെട്ടിട്ടൊന്നും ചെയ്യാതിരിക്കുന്ന സ്ഥിതിവിശേഷമായിരിക്കില്ല. റവന്യൂ കമ്മി നിലവിൽ 18,000 കോടി രൂപയാണ്. ഇങ്ങനെ പോയാൽ കടമെടുക്കുന്ന തുക റവന്യൂ കമ്മി നികത്താൻ കൊടുക്കേണ്ടിവരും. മൂലധന ചെലവിന് പണം കണ്ടെത്തിയേ മതിയാകൂ. അതുകൊണ്ട് ഇത്തരമൊരു സ്ഥിതിയിൽ ഭയപ്പെട്ടു നിൽക്കാതെ സധൈര്യം മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാകാൻ 3 വർഷമെങ്കിലും ചുരുങ്ങിയതെടുക്കും. എന്നാൽ പണമില്ലാത്തതുകൊണ്ട് ഒരു പദ്ധതിയും മുടങ്ങുന്ന അവസ്ഥ സംസ്ഥാനത്തിലുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആശുപത്രികളിലെ തുടർ ചികിത്സ തടസ്സപ്പെടാതിരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടത്തിയ അടിയന്തര ഇടപെടൽ ശ്രദ്ധേയമായി. ഫണ്ട് ലഭ്യമാകാത്തതിനാൽ ചില ആശുപത്രികളിൽ തുടർ ചികിത്സ മുടങ്ങാനിടയുണ്ടെന്ന മുന്നറിയിപ്പ് ലഭിച്ചയുടൻ ആരോഗ്യമന്ത്രി KK ശൈലജ ഇടപെട്ട് 3 കോടി രൂപയുടെ അടിയന്തര സഹായം അനുവദിച്ചു. സർക്കാർ ഉത്തരവായി. മുൻ സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതിൽ വരുത്തിയ കാലതാമസമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. തുടർ ചികിത്സ ആവശ്യമായവരാണ് കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ ഏറെയും. പ്രധാനമായും ഇവർ ആശ്രയിക്കുന്നത് മംഗലാപുരത്തെ KMC, പരിയാരം, കോഴിക്കോട്, ശ്രീചിത്ര മെഡിക്കൽ കോളേജുകളെയാണ്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 17ഓളം ആശുപത്രികളിലാണ് നിലവിൽ തുടർ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആശുപത്രികളുടെ മാനേജ്മെന്റുകളുമായി കാസർകോട് ജില്ലാ ഭരണകൂടം ഉണ്ടാക്കിയ ധാരണപ്രകാരം രോഗികൾക്ക് ഇവിടെ ചികിത്സ ലഭ്യമാക്കും. സർക്കാരിൽ നിന്നും പണം ലഭിക്കുന്ന മുറയ്ക്ക് പിന്നീട് ഇവർക്ക് കൈമാറും. ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക ലഭ്യമാക്കുന്നതിന് ആരോഗ്യമന്ത്രി നടത്തിയ അടിയന്തര ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ദുരിതാശ്വാസ പ്രവർത്തകനായ നാരായണൻ പേരിയ പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ചികിത്സയ്ക്ക് 3 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന അറിയിപ്പ് വളരെ ആശ്വാസത്തോടെയാണ് ഈ വിഷമഴയിൽ കുതിർന്ന ആയിരങ്ങൾ കാണുന്നത്. ഇനിയും ഇവർക്ക് വേണ്ടി ചെയ്യും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. സർക്കാർ കുടിശ്ശിക തുക ഉടൻ ലഭ്യമാക്കിയില്ലെങ്കിൽ ചികിത്സാ സൗകര്യം മുടങ്ങുന്ന സ്ഥിതി സംജാതമായിരുന്നു. UDF സർക്കാർ പണം അനുവദിക്കുന്നതിൽ കാണിച്ച അനാസ്ഥയാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ആരോഗ്യമന്ത്രി KK ശൈലജ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ടതോടെയാണ് പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാരിൽ നിന്നും ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അഴിമതിയുമായി ബന്ധപ്പെട്ട് PWD വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ തള്ളി. അന്വേഷണം തൃപ്തികരമല്ലെന്നും ഹൈക്കോടതി വിധിക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി G. സുധാകരൻ പറഞ്ഞു. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കൺസൾട്ടൻസി കരാറിലും PWD വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെയുള്ള ദേശീയപാത വികസനം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും G. സുധാകരൻ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന് ചട്ടവിരുദ്ധമായി കഴിഞ്ഞ സർക്കാർ ടെൻഡർ നൽകിയെന്നും 4.61 കോടി രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നുമുള്ള പരാതിയെ തുടർന്നാണ് PWD വിജിലൻസിനെ അന്വേഷണം സർക്കാർ ഏൽപ്പിച്ചത്. എന്നാൽ ജൂൺ 13 സമർപ്പിച്ച റിപ്പോർട്ടിലെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ റിപ്പോർട്ട് സർക്കാർ തള്ളിയതായി മന്ത്രി G. സുധാകരൻ പറഞ്ഞു. ആവശ്യമായ കാര്യങ്ങൾ സംശയ നിവാരണം വരുത്തുക, ചട്ടങ്ങൾ ഉദ്ധരിച്ച് ഇത് ശരിയാണെന്നോ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളത് സ്വീകരിക്കുന്നത്. ആ റിപ്പോർട്ട് തള്ളുകയാണ്. ചട്ടപ്രകാരമാണ് കാര്യങ്ങൾ നടന്നത് എന്നത് മാത്രമാണ് പ്രശ്നം. ഇപ്പോൾ അത് നടന്നിട്ടില്ല എന്ന് കാണുന്നു. ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസുള്ളതിനാൽ മറ്റു അന്വേഷണ ഏജൻസിയെ സർക്കാർ ഇപ്പോൾ ഏൽപ്പിക്കുന്നില്ല. ഹൈക്കോടതി വിധിക്ക് ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കാവുന്നതാണ്. റിപ്പോർട്ടിന്മേൽ നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ താൽപര്യവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പുകമറ സൃഷ്ടിച്ച് ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ വേറെ എന്തോ ആണ് നടന്നതെന്നും മന്ത്രി പ്രതികരിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കൺസൾട്ടൻസി കരാറിനെക്കുറിച്ച് പരാതി ലഭിച്ച സാഹചര്യത്തിൽ PWD വിജിലൻസ് ഈ വിഷയത്തിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റംസാൻ കാഴ്ചകൾ. കാസർകോട്ടെ പ്രശസ്തമായ തളങ്കരത്തൊപ്പിക്ക് റംസാൻ കാലത്ത് ആവശ്യക്കാർ ഏറെയാണ്. എന്നാൽ സാമ്പത്തിക നേട്ടം കുറയുന്നതിനാൽ തളങ്കരത്തൊപ്പിയുടെ ഉൽപ്പാദനം കുറഞ്ഞു വരികയാണ്. പരമ്പരാഗതമായി തൊപ്പി നിർമ്മിച്ചു വരുന്ന ഒരു കുടുംബം മാത്രമാണ് ഇപ്പോൾ ഈ രംഗത്ത് അവശേഷിക്കുന്നത്.
ജീവിക്കാൻ ഒരു തൊഴിൽ എന്ന നിലയിലാണ് 2 നൂറ്റാണ്ട് മുമ്പ് കാസർഗോഡ് തളങ്കരയിലെ നിരവധി കുടുംബങ്ങൾ പരുത്തി തുണി കൊണ്ടുള്ള തൊപ്പി നിർമ്മാണം തുടങ്ങിയത്. പിന്നീട് തളങ്കര തൊപ്പി എന്ന നിലയിൽ പ്രശസ്തമായി. ഗുണമേന്മ മികച്ചതായതിനാൽ കടൽ കടന്നും തളങ്കര തൊപ്പിക്ക് ആവശ്യക്കാരെത്തി. ഗൾഫ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോലും തളങ്കര തൊപ്പി കയറ്റി അയച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട തൊഴിൽ അല്ലാത്തതിനാൽ പിന്നീട് കൂട്ടത്തോടെ ആളുകൾ ഈ രംഗത്തു നിന്നും പിന്മാറി. ഇപ്പോൾ ഈ രംഗത്ത് ശേഷിക്കുന്നത് കാസർഗോഡ് ബാങ്കോട്ടെ അബ്ദുൾ റഹീം മാത്രം, അതും ഉപതൊഴിലായി മാത്രം. സാമ്പത്തികമായിട്ട് വലിയ മെച്ചം കാണുന്നില്ല ഇതിൽ. അതാണ് ആൾക്കാർ ഇപ്പോൾ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് ഇതിലായിരുന്നല്ല അവർ ജീവിച്ചുകൊണ്ടിരുന്നത് തന്നെ. പിന്നെ ഞാൻ തളങ്കരയുടെ പേര് നിലനിൽക്കൂ എന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. റഹീമിന്റെ പിതാവ് അബൂബക്കറുടെ വല്യുപ്പ പള്ളിക്കൽ അബൂബക്കറിന്റെ കാലത്താണ് തൊപ്പി നിർമ്മാണത്തിന് തുടക്കം. സാമ്പത്തിക നേട്ടം കാര്യമായില്ലെങ്കിലും തൊഴിൽ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയാണ് അബ്ദുൾ റഹീം. കാണാനുള്ള ഈ തൊപ്പിയുടെ സൗന്ദര്യം തലയിൽ വെച്ചാൽ നമുക്ക് ലഭിക്കും. കാസർഗോട്ടുകാരുടെ സ്വന്തം തൊപ്പിയാണ് തളങ്കര തൊപ്പി. മഹിതമായ ഒരു ചരിത്ര പാരമ്പര്യം തളങ്കര തൊപ്പിക്കുണ്ട്. ക്യാമറാമാൻ ഷൈജു ബ്ലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. തിരുവനന്തപുരം വെട്ടുകാട് 16 വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ മാതാവും കാമുകനും അറസ്റ്റിലായി. സ്വന്തം അമ്മ തന്നെ മകളെ കാമുകന് കാഴ്ചവച്ചതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ നടന്നതെന്ന് പോലീസ് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാവ് രമണി, കാമുകൻ മുഹമ്മദ് അലി എന്നിവരെ വലിയതുറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കഴിഞ്ഞ ജൂൺ 12 വൈകിട്ട് വെട്ടുകാട് ബാലനഗറിൽ ഒരു വീട്ടിലാണ് 16 വയസ്സുകാരി തൂങ്ങി മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി നിരവധി തവണ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് വിധേയയായതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. മാതാവിന്റെ ഒത്താശയോടെ ഇവരുടെ കാമുകൻ നിരവധി വട്ടം കുട്ടിയെ ശാരീരിക ചൂഷണത്തിന് വിധേയയാക്കിയതായി കുറിപ്പിൽ പരാമർശിച്ചതോടെയാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു രമണി കോതമംഗലം പാണപ്പെട്ടി സ്വദേശിയായ മുഹമ്മദ് അലിയുമായി പരിചയത്തിലാവുന്നത്. ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച രമണി തുടർന്ന് ഇയാളുമായി താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് പീഡനം നടന്നത്. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ജവഹർ ജനാർദ്, പൂന്തുറ CI സുനിൽദാസ്, SI K ധനപാലൻ, പോലീസുകാരായ തോമസ് സുലൈമാൻ, ബിനിമോൾ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇനി നമ്മുടെ MLA കോട്ടയത്ത് വികസനത്തിന്റെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുമെന്ന് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുടങ്ങിക്കിടക്കുന്ന പുതിയ പദ്ധതികൾ പൂർത്തിയാക്കാൻ സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കും. ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ പുതിയ പദ്ധതികൾ കൊണ്ടുവരുമെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2ാം തവണയാണ് കോട്ടയം നിയോജകമണ്ഡലത്തിന്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തുന്നത്. കോട്ടയത്തിന്റെ 2ാം ഘട്ട വികസനമാണ് തിരുവഞ്ചൂരിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടായാലും വികസന കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറില്ല. ഈ സാഹചര്യത്തിൽ കോട്ടയത്ത് നേരത്തെ തുടങ്ങി വച്ചിട്ടുള്ള പദ്ധതികൾ സർക്കാരിന്റെ പിന്തുണ ഉറപ്പാക്കി പൂർത്തീകരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. കോട്ടയം നിയോജകമണ്ഡലത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. ആ വികസന പ്രവർത്തനത്തിലെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പൂർത്തിയാക്കി. ഇനി അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കൈവോക്ക് കോട്ടയം നഗരത്തിലെ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഞ്ഞിക്കുഴി, അവിടെ 5 റോഡുകൾ ചേരുന്ന ഭാഗത്ത് മേൽപ്പാലം വേണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു പൊതു ആവശ്യമാണ്. പിന്നീട് തീർക്കാൻ കഴിയാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കണം. ഇവിടെ കോടിമത 2ാം പാലം, ആ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കണ്ടിന്യൂ ചെയ്യണം. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ആരോഗ്യമേഖലയുടെ പുരോഗതിക്കും പുതിയ പദ്ധതികൾ കൊണ്ടുവരും. ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.